വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 9 പേരെയാണ് ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനാൽ ഇപ്പോഴും പരിശോധന തുടരുക തന്നെയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഒപ്പം മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും ഹെലികോപ്റ്ററിൽ ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നുമുണ്ട്. വയനാട് മണ്ണിടിച്ചിലിൽ കൂടുതൽ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. ടാങ്കർ ലോറി ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തു വന്നത്. അങ്ങേയറ്റം ഭയാനകമാകുന്ന ദൃശ്യങ്ങൾ ആയിരുന്നു നേരത്തെ പുറത്തു വന്നത്. ഒരു പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് മുഴുവനായി നിമിഷ നേരം കൊണ്ട് ഒലിച്ച് മീറ്ററുകൾ ഇപ്പുറത്തേക്ക് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയെയും ഒക്കെ മറികടന്നുകൊണ്ട് കടന്നു വന്ന ദൃശ്യങ്ങൾ ഏറെ ഭയാനകമായിരുന്നു. അതേസമയം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ദുരന്തമുഖത്ത് നിന്ന് അല്പസമയം മുമ്പ് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയായിരുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് MS അനീഷ് കുമാറാണ്. അനീഷ്, മരണസംഖ്യ അതോടൊപ്പം തന്നെ കാണാതായവർ സമയം ഏറെ വൈകിയിരിക്കുന്നു. സ്ഥിരീകരിക്കാവുന്നത് എത്രയാണ്? അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ടോ? അഭിലാഷ്, ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്ന രീതിയിൽ IG-യും ഒപ്പം ജില്ലാ കളക്ടറും ഒക്കെ നേരത്തെ പറഞ്ഞത് 3 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സജ്ജമായി ചെന്നിരിക്കുന്നത് 3 മറ്റ് 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ്. അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക കണക്കുകൾ അനുസരിച്ചാണ്. കാരണം സാധാരണഗതിയിൽ ഇന്ന് ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി തൊഴിലാളികൾ പോകുമ്പോൾ അവർ ഈ മസ്റ്ററിംഗ് ചെയ്തിട്ടാണ്, അതായത് പഞ്ച് ചെയ്തിട്ടാണ് പോകാറ്. പക്ഷേ ഇന്നലെയും 2 ദിവസമായി അവിടെ ജോലി നടക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകിച്ചും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുന്നറിയിപ്പുകളെ തുടർന്ന് 2 ദിവസമായി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലാളികൾ അവിടേക്ക് പോയില്ല. ഒപ്പം ഈ കൂന കൂട്ടി മണ്ണിട്ടിരിക്കുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഈ കണ്ടെയ്നർ വീടുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളെ മറുവശത്തുള്ള ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് അത്തരം ആളുകൾ ഈ അപകടത്തിൽ പെടാതെ പോവുകയും ചെയ്തത്. അതുകൊണ്ട് കൃത്യമായി മസ്റ്ററിംഗ് ചെയ്യാതെയാണ് ജോലി സ്ഥലത്തേക്ക് പോയതിനാൽ എന്നതുകൊണ്ട് തന്നെ എത്ര പേരായിരുന്നു പോയ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇല്ല. 18 പേരെന്നുള്ള ഒരു കണക്കിലേക്കാണ് എത്തിയിരുന്നത്. അതിൽ 7 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മറ്റു കാണാതായ ആളുകൾ അങ്ങനെയൊക്കെ കണക്കാക്കിയാണ് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ മനുഷ്യഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന നായ്ക്കളെ അടക്കം വിനിയോഗിച്ച് ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരൊക്കെ അടക്കമുള്ള ഒരു സമഗ്രമായ തെരച്ചിലാണ് നടക്കുന്നത്. വലിയ ലോഡ് കണക്കിന് മണ്ണാണ് അക്ഷരാർത്ഥത്തിൽ ഈ തുരങ്കത്തിന്റെ പിൻവശത്ത്, അതായത് തുരങ്കം തുറന്ന് പോകുന്ന ഇടത്തിന് സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആ മണ്ണിലേക്ക് വലിയ മലവെള്ളപ്പാച്ചിൽ എത്തിയപ്പോഴാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. നേരത്തെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അടക്കം ഇക്കാര്യത്തിലൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഇത് ഒരു ഇത്തരമൊരു വാർണിംഗ് നൽകിയിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത്. ജില്ലാ കളക്ടർ ഔദ്യോഗികമായി തന്നെ ഇത് സംബന്ധിച്ച കത്ത് നിർമ്മാണ കമ്പനിക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഇത്രയധികം ഭാരിച്ച മണ്ണ് എങ്ങോട്ട് നീക്കുമെന്ന ഒരു ചോദ്യമാണ് അവർ തിരിച്ചു ചോദിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് പിന്നീട് നിർമ്മാണം ഈ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ ചെയ്ത് അതിന് ശേഷമാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. എന്തായാലും ഈ പാലത്തിന് അടുത്തോടുള്ള ഈ മീനാക്ഷി പാലം എന്നത് ഈ നിർമ്മാണ സ്ഥലത്തിന് സമീപത്ത് പോകുന്ന മീനാക്ഷി പാലം പൂർണ്ണമായി ഉപയോഗശൂന്യമായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ മുകളിലേക്ക് വലിയ കോൺക്രീറ്റ് പാടുകൾ തെറിച്ചു വീണ് പതിച്ചിരിക്കുന്നു. ഒപ്പം മണ്ണ് പൂർണ്ണമായി മൂടിയ അവസ്ഥയിലാണ്. പുഴയിലും ഏതാണ്ട് നിറയെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. സമീപത്തിനുള്ള ഒരു വീട്ടിലേക്ക് പൂർണ്ണമായി മണ്ണ് അടിച്ചു കയറുന്ന ഒരു സാഹചര്യം. എന്തായാലും നാട്ടുകാരായ ആളുകളോ മറ്റ് വിനോദസഞ്ചാരികളോ ഒന്നും ഇതിൽ പെട്ടിട്ടില്ല എന്നൊരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം അധികൃതർക്ക് വേണ്ടതുണ്ട്. അതിന് കമ്പനി ആളുകളുമായും ഈ നാട്ടുകാരിലായ ആരെങ്കിലും കാണാതായോ എന്നത് സംബന്ധിച്ചുമൊക്കെ വിശദമായ പരിശോധനകൾ നടത്തും എന്ന് DIG കാർത്തിക് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും പോലീസ് ആ രീതിയിൽ അതിന്റെ അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്നു. മറുവശത്ത് പ്രാദേശിക ഭരണകൂടങ്ങൾ, അതായത് പഞ്ചായത്ത് മെമ്പർമാർ വഴിയൊക്കെ ഒരു ഏകോപനം നടത്തുന്നുണ്ട്. അവരൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആരെങ്കിലും കാണാതായിട്ടുണ്ടോ, മറ്റ് തൊഴിലാളികളായി രാവിലെ മേപ്പാടിയിൽ നിന്നോ അല്ലെങ്കിൽ ചൂരമലയിൽ നിന്നോ ഒക്കെ ഈ ഭാഗത്തേക്ക് പോയ
ആളുകളുണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. രാവിലെ നിരവധി പേർ മറുവശത്ത് ഈ കള്ളാടി ഭാഗത്ത് എത്തിയിരുന്നു. അവർ ഈ ചൂരമല ടൗൺഷിപ്പിൽ നടക്കം ജോലിക്കായി എത്തിയ തോട്ടം തൊഴിലാളികളാണ്. അവർ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തുകയും അവരെ മറുവശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. മറുവശത്ത് ഈ മേപ്പാടിയിലും മറ്റു കൽപ്പറ്റയിലും ഒക്കെ ജോലിക്ക് പോയ ഈ കള്ളാടിക്കും അതിന്റെ അപ്പുറത്തുമുള്ള ആളുകളുണ്ട്. അവർ ഒരു വശത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ പ്രായമായ 96-97 വയസ്സുള്ള വയോധികരായ മാതാപിതാക്കൾ, 1 വയസ്സ് പ്രായമുള്ള കുട്ടിയെ അയൽ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വന്ന നവദമ്പതികൾ തുടങ്ങി അങ്ങനെ ഒരുപാട് പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അവരുടെയൊക്കെ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് അവരെ അവിടേക്ക് കടത്തിവിടാനുള്ള ഒരു ഉത്തരവ് ജില്ലാ ഭരണകൂടം നൽകി. പക്ഷേ അവിടെ അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ചെന്ന ശേഷം പിന്നീട് സുരക്ഷിതമായ ഇടങ്ങളിൽ ക്യാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് മാറണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലേർട്ടാണ് ജില്ലയിലുള്ളത്. 4 ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എല്ലാ തരത്തിലുമുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ, രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കൾ എന്നിവരൊക്കെ സ്ഥലത്തെത്തുകയും കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ നേരിട്ട് ഏകോപനം നടത്തുന്നതിനായി മന്ത്രിമാർ തന്നെ സ്ഥലത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഘട്ടത്തിലെല്ലാം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇനി ഈ അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ നാടിനെ നടുക്കിയ ദുരന്തം തന്നെയാണ്. മരണസംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് 3 എന്നതാണ്. അതേസമയം 5 പേർ മരണപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്, 4 പേർ മരണപ്പെട്ടു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുള്ളത് 3 പേരുടെ മരണമാണ്. 5 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോൾ തുടരുന്നു എന്നതാണ്. അനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിലെ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ആണ് ഈ 3 മരണം സ്ഥിരീകരിക്കുന്നത്. 18 പേരാണ് ആ അപകടമുണ്ടാകുമ്പോൾ അപകടത്തിൽപ്പെട്ടത് എന്നതാണ്. ഇവരിൽ 9 പേരെയാണ് പരിക്കുകളോടെ മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ആണ് ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കള്ളാടിയിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയിൽ ഉള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നതാണ് വിവരം. അപ്പോഴും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഇന്നിപ്പോൾ നിർമ്മാണ പ്രവൃത്തികളൊന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ഈ കോരിച്ചൊരിയുന്ന മഴയായതിനാൽ നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതേസമയം എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇവിടുത്തെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ മഴ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. വലിയ തോതിൽ വെള്ളം കുത്തിയൊഴുകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടി നിരീക്ഷിക്കുന്നതിനും മറ്റുമായാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തിയത് എന്നതാണ് ഈ സംഘത്തിൽപ്പെട്ടവർ പറഞ്ഞത്. അങ്ങനെയുള്ളവർ ആണ് അപകടത്തിൽ പെടുകയും ചെയ്തത്. കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിൽ ആണ്. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ സൂചിപ്പിക്കുന്ന പോലെ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് സ്നിഫർ നായ്ക്കളെ അടക്കം സ്ഥലത്ത് എത്തിച്ചുകൊണ്ടാണ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. പാലത്തിന് ഇരുവശങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിന് മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിലും ചൂരൽമല പള്ളി ഹാളിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിലേക്ക് പോയ കുട്ടികളെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. ഏറാട്ടുകുണ്ട്, അട്ടമല, മമ്മിക്കുന്ന്, അംബേദ്കർ ഉന്നതിയിലെ ആളുകളെയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. മീനാക്ഷി പാലത്തിൽ നിന്നും മണ്ണ് നീക്കം ചെയ്ത ശേഷം പാലത്തിന്റെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിലെ മണ്ണ് നീക്കം ചെയ്യണമെന്ന് നേരത്തെ തന്നെ കരാറുകാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ വകുപ്പ് ചെയർമാനും വയനാട് ജില്ലാ കളക്ടറും ജൂൺ 20-ന് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. പൊതുമരാമത്ത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.